Hi friends, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Honor 9X Proയുടെ ഗെയിമിംഗ് റിവ്യൂ ആണ്. നമുക്ക് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് ഗൂഗിൾ ആപ്സോ പ്ലേ സ്റ്റോറോ ഒന്നും നമുക്ക് അവൈലബിൾ അല്ല. പക്ഷേ നമുക്ക് കസ്റ്റമായിട്ട് പ്ലേ സ്റ്റോറും ഗൂഗിളിൻ്റെ ആപ്സൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ഗെയിം കാര്യങ്ങളൊക്കെ കളിച്ചത്. നമ്മൾ ആദ്യം തന്നെ കളിച്ചു നോക്കാൻ പോകുന്നത് PUBG ആണ്. അതിനുശേഷം Pess 2020, Asphalt 9, Call of Duty, FreeFire എന്ന ഗെയിമുകളും നമ്മൾ കളിച്ചു നോക്കുന്നതാണ്. നമുക്ക് നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് Honor 9X Proയിൽ കിട്ടുന്നുണ്ടോ, നല്ലൊരു ഗെയിമിംഗ് ഫോണാണോ, ഏകദേശം 15,000 രൂപ ബഡ്ജറ്റിലാണ് Honor 9X Pro ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ഉള്ള ഒരു പ്രൈസ് റേഞ്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം ഭംഗിയായിട്ട് നമുക്ക് Honor 9X Proയിൽ ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗിവ്വേയുടെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഗിവ്വേയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടാം. അപ്പോൾ നമുക്കിനി Honor 9X Proയുടെ ഗെയിമിംഗ് റിവ്യൂയിലേക്ക് പോകാം. ഗെയിം കളിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ബാറ്ററി ലെവൽ 99% ആണ്. ടെമ്പറേച്ചർ 37 ഡിഗ്രി. ആദ്യം തന്നെ നമ്മൾ കളിച്ചു നോക്കാൻ പോകുന്നത് PUBG ആണ്. PUBG നമുക്ക് ഡിഫോൾട്ട് സെറ്റിംഗ്സ് വരുന്നത് HD ഗ്രാഫിക്സ് ലെവൽ ഹൈ ഫ്രെയിം റേറ്റ് ഓപ്ഷനാണ് നമുക്ക് ഡിഫോൾട്ടായിട്ട് തന്നെ വരുന്നത്. നമ്മളിപ്പോൾ കളിച്ചു നോക്കാൻ പോകുന്നതും ഡിഫോൾട്ട് സെറ്റിംഗ്സിലാണ്. നമുക്ക് വളരെ സ്മൂത്തായിട്ട് തന്നെ PUBG Honor 9X Proയിൽ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. Kirin ചിപ്സെറ്റാണ് Honor 9X Proയിൽ വരുന്നത്. കാര്യമായിട്ടുള്ള ഫ്രെയിം ഡ്രോപ്സ് ഒന്നുമില്ല, എന്നാലും നമ്മൾ ഗെയിം കണ്ടിന്യൂസ് ആയിട്ട് കളിക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള ഫ്രെയിം ഡ്രോപ്സ് നമുക്ക് ഇടയ്ക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മളിപ്പോൾ കളിക്കുന്ന ഒരു ഗെയിം സെറ്റിങ്സിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. ഈ ഒരു HD ഗ്രാഫിക്സ് ലെവലും ഹൈ ഫ്രെയിം റേറ്റും അത്ര റെക്കമെൻഡഡ് സെറ്റിങ്സ് അല്ല. ഒരു സ്മൂത്ത് ഗ്രാഫിക്സിലൊക്കെ കളിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഫ്രെയിം ഡ്രോപ്സ് ഇല്ലാതെ നമുക്ക് കളിക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. പക്ഷെ എന്നിരുന്നാലും ആ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് കളയുന്ന രീതിയിലുള്ള ഫ്രെയിം ഡ്രോപ്സ് ഒന്നും നമ്മൾ കാണുന്നില്ല. നമ്മളിപ്പോൾ ഡിഫോൾട്ട് സെറ്റിങ്സിൽ കളിക്കുകയാണെങ്കിലും നമുക്ക് വളരെ സ്മൂത്തായിട്ട് തന്നെ PUBG കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ലൊരു ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് ലെവൽ നമുക്ക് Honor 9X Proയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗെയിമിങ്ങിൻ്റെ ഓഡിയോ ക്വാളിറ്റി ആണെങ്കിലും വളരെ പക്കയായിട്ട് തന്നെ ഉള്ളൊരു ഓഡിയോ ക്വാളിറ്റിയാണ്. അവിടെയൊന്നും നമുക്ക് ഒരു ഇഷ്യൂസൊന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല. Honor 9X Pro ഒരു 15 രൂപ സെഗ്മെൻറ്റിൽ വരുന്നത് കൊണ്ട് തന്നെ നല്ല ടൈറ്റായിട്ടുള്ളൊരു കോമ്പറ്റീഷനാണ് Honor 9X Proയ്ക്ക് തീർച്ചയായിട്ടും ലഭിക്കുക. കാരണം റിയൽമിയുടെ 6 ആണെങ്കിലും Note 9 Pro ആണെങ്കിലും Note 8 Pro ആണെങ്കിലും ഒക്കെ വ്യത്യസ്തമായ ചിപ്സെറ്റുകളിലാണെങ്കിലും നല്ല ഗെയിമിംഗ് പെർഫോമൻസ് ഉള്ളതാണ്. അതുപോലെ തന്നെ സാംസങ് M31 ആണെങ്കിലും എല്ലാം തന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ചും കൂടി പ്രൈസ് കൊടുക്കാൻ വില്ലിംഗ് ആയിട്ടുള്ളവർക്ക് Poco X2, Realme 6 Pro, Realme X2, Realme X അങ്ങനെ ഉള്ള ഫോണുകളും അവൈലബിൾ ആണ്. ഒരു 17 രൂപ 18 രൂപയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടൈറ്റായിട്ടുള്ളൊരു സെഗ്മെൻറ്റിലാണ് Honor 9X Pro എത്തിയിരിക്കുന്നത്. നമുക്ക് എല്ലാവിധ ഗെയിംസും നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് Honor 9X Proയിൽ കളിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഇൻസ്റ്റാൾഡ് ആയിട്ട് എന്തായാലും പ്ലേ സ്റ്റോർ അവൈലബിൾ ആയിരിക്കില്ല. പക്ഷെ നമുക്ക് കസ്റ്റം ഇൻസ്റ്റാളേഷനോടുകൂടി നമുക്ക് എല്ലാവിധ ആപ്സും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും PUBG കളിക്കുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ PUBG കളിക്കുമ്പോൾ കാണുന്നില്ല, ചെറിയ ഫ്രെയിം ഡ്രോപ്സ് ഉണ്ട്. അത്ര ഹൈ സെറ്റിങ്സിൽ കളിക്കുന്നത് കൊണ്ട്, ഹൈ ഗ്രാഫിക്സും ഹൈ ഫ്രെയിം റേറ്റിലും കളിക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഇഷ്യൂസൊന്നും നമുക്ക് ഗെയിം കളിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നില്ല. നമ്മൾ ഏകദേശം 25 മിനിറ്റോളം ഗെയിം കളിച്ചു. ഇപ്പോഴത്തെ ബാറ്ററി ലെവൽ 97% ആണ്. ടെമ്പറേച്ചർ 43 ഡിഗ്രി ആണ്. അപ്പോൾ ഫോൺ നമ്മൾ ഗെയിം കളിക്കുന്നതോടൊപ്പം തന്നെ കുറച്ച് ഹീറ്റായി വരുന്നുണ്ട്. ഒരു 43 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹീറ്റിംഗ് ആണ്. നമുക്ക് തുടർന്നും ഗെയിം കളിക്കുമ്പോൾ അത്തരത്തിലുള്ളൊരു ഹീറ്റിംഗ് കാണുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇനി നമ്മൾ കളിച്ചു നോക്കാൻ പോകുന്നത് Call of Duty എന്ന ഗെയിമാണ്. Call of Duty നമുക്ക് വളരെ സ്മൂത്തായിട്ട് തന്നെ Honor 9X Proയിൽ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്.
നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസോട് കൂടി തന്നെ നമുക്ക് കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കാര്യമായിട്ടുള്ള ഫ്രെയിം ഡ്രോപ്സ് ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. നല്ല ക്വാളിറ്റി ഗെയിമിംഗ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഗെയിം കൺട്രോൾസ് ആണെങ്കിലും എല്ലാം നമുക്ക് വളരെ സ്മൂത്തായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ കളിച്ചു നോക്കാൻ പോകുന്ന ഒരു റേസിംഗ് ഗെയിമാണ് Asphalt 9. Asphalt 9 യാതൊരു പ്രശ്നമില്ലാതെ തന്നെ നമുക്ക് Honor 9 Exproയിൽ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റി Honor 9 Exproയ്ക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഗ്രാഫിക്സ് എക്സ്പീരിയൻസ് നമുക്ക് Asphalt 9 Honor 9 Exproയിൽ കളിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റി, മ്യൂസിക് ക്വാളിറ്റി, ഗെയിം ക്വാളിറ്റി ഒക്കെ വളരെ പക്കയായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ കളിച്ചു നോക്കാൻ പോകുന്നത് Pess 2020 എന്ന ഗെയിമാണ്. Pess 2020 വളരെ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസോട് കൂടി നമുക്ക് Honor 9 Exproയിൽ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ ഹൈ വീഡിയോ ക്വാളിറ്റി സെറ്റിങ്സിലാണ് നമ്മളിപ്പോൾ കളിക്കുന്നത്. തീർച്ചയായും കാര്യമായിട്ടുള്ള ഫ്രെയിം ഡ്രോപ്സ് ഇല്ലാതെ തന്നെ നമുക്ക് ഗെയിം കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും Pess 2020 ഒക്കെ കളിക്കുന്ന ഗെയിമേഴ്സിന് തീർച്ചയായും നല്ലൊരു ഓപ്ഷനാണ് Honor 9 Expro. വളരെ സ്മൂത്തായിട്ട് തന്നെ നമുക്ക് Pess 2020 കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ അവസാനമായിട്ട് കളിച്ചു നോക്കാൻ പോകുന്നത് FreeFire എന്ന ഗെയിമാണ്. FreeFire നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസോട് കൂടി നമുക്ക് Honor 9 Exproയിൽ കളിക്കാനായിട്ട് സാധിക്കുമെന്ന് നോക്കാം. തീർച്ചയായിട്ടും യാതൊരുവിധ ഇഷ്യൂസും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. നമ്മൾ നേരത്തെ കണ്ട പോലെ ചെറിയ രീതിയിലുള്ള ഫ്രെയിം ഡ്രോപ്സ് ഒന്ന് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് Honor 9 Exproയിൽ FreeFire കളിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. എന്തായാലും ഇത്രയും നല്ല ഗെയിമിങ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഒരു ഫോൺ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സെഗ്മെൻറ്റ് വളരെ ടൈറ്റ് സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബെറ്റർ ഓപ്ഷൻസും വേസ്റ്റ് ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു 15K സെഗ്മെൻറ്റിൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ഗെയിമിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ Redmi Note 8 Pro ആണെങ്കിലും നമുക്ക് Realme 6 ആണെങ്കിലും ഒരല്പം കൂടി ബെറ്റർ ഗെയിമിങ് നമുക്ക് ലഭിക്കുന്നുള്ളതായിട്ട് നമുക്ക് തോന്നിയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു ഹീറ്റിംഗ് ഇഷ്യൂവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കുറച്ച് അധികം ഹീറ്റിംഗ് ഇഷ്യൂ കാണുന്നുണ്ട്. കാരണം 44 ഡിഗ്രി വരെ റൂം ടെമ്പറേച്ചർ 27 ഡിഗ്രിയിൽ നിൽക്കുമ്പോൾ തന്നെ ഫോൺ ഹീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സണ്ണി ഡേ അല്ലെങ്കിൽ ഒരു ഔട്ട്ഡോർ സിറ്റുവേഷനിൽ നമുക്കൊരു 33 ഡിഗ്രിയിലൊക്കെയാണ് ഫോൺ നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഹീറ്റിംഗ് ഫോണിന് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ ആണ് നമുക്ക് പ്രധാനമായിട്ട് ഒരു നെഗറ്റീവ് പോയിൻ്റായിട്ട് നമുക്ക് Honor 9 Exproയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ഏകദേശം 45-50 മിനിറ്റ്സ് നമ്മൾ ഗെയിം കളിച്ചു. ഇപ്പോഴത്തെ ബാറ്ററി ലെവൽ 90% ആണ്, ടെമ്പറേച്ചർ 43 ഡിഗ്രി. അപ്പോൾ ആ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് Honor 9 Exproയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മളെല്ലാ ആഴ്ചയും നടത്തുന്ന ഗിവുകളിലൊക്കെ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം.